എൻ്റെ അച്ഛനും അനിയനൊക്കെ തന്നെ ചെയ്ത പടത്തിൽ ഞാൻ അധികം അഭിപ്രായം പറയാതിരിക്കുന്നതല്ല എൻ്റെ ഒരു മാന്യത. ഐ ആം ദ ആൻസർ. ഞാനിന്ന് JSK കാണാൻ പോയിരുന്നു നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമ. ഗംഭീര പെർഫോമൻസ്. അദ്ദേഹം വരുന്ന സീനൊക്കെ സിനിമയ്ക്കകത്ത് സ്വാഗാണ്. പ്രത്യേകിച്ച് പുള്ളിയുടെ ഒരു പഴയകാല സ്റ്റോറിയൊക്കെ പറയുന്ന സാധനം എന്ന് വെച്ചാൽ അത് ഗംഭീര സാധനം കേട്ടോ. അതൊക്കെ അങ്ങനെ വായ തുറന്ന് കണ്ടിരുന്നു തിയേറ്ററിനകത്ത്. പിന്നെ അനുപമ പരമേശ്വരൻ, അവരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ആ ഒരു സ്ത്രീയുടെ ആ ഒരു വിഷമതകളൊക്കെ ഇങ്ങനെ പുറത്ത് വന്നുള്ള ഒരു അഭിനയം നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളെ മാധവ് സുരേഷ് ഈ പടത്തിനകത്തുണ്ട്. നമ്മൾ ഈ റേഷൻ കടയിൽ നിന്ന് അരി മേടിക്കുമ്പോൾ അതിനകത്തുള്ള കല്ലില്ല, അതുപോലെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത്. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ടേ. അവർക്ക് ഇനിയും തുടർന്ന് കളിയാക്കാം. അതായത് അലൻസ് ജോസ് പെരേരയുടെ ആക്ടിങ്ങും നമ്മളെ പൃഥ്വിരാജിന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ പഴയ ഫീൽഡ് ഔട്ടായി ആയിപ്പോയ കുറെ ആൾക്കാർ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു സീരിയൽ ആണോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടണം എന്ന അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമല്ല. വളരെ നല്ല സിനിമയാണ്. നമ്മൾ 2.25 മണിക്കൂർ അടുപ്പിച്ചുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അത് എൻഗേജ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റി. പിന്നെ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു പടത്തിനകത്ത്. പിന്നെ ഇതിനകത്ത് ഇപ്പോഴത്തെ നമ്മളെ കേരള സർക്കാരിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇതിനേക്കാളും നല്ലത് എവിടെയെങ്കിലും സ്റ്റേജ് കെട്ടി സുരേഷ് ഗോപി ഒരു പ്രസംഗം നടത്തിയാൽ പോരെ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയി. മ്യൂസിക് BGM സ്കോർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാട്ടുകളൊക്കെ എന്ന് പറയുമ്പോൾ കഥകളിയുടെ ഇടയിൽ മറ്റേ മൈക്കിൾ ജാക്സന്റെ പാട്ടിട്ട് അങ്ങനെ ഇരിക്കും. അതുപോലെയാണ് ഒരു സിംഗ് പറഞ്ഞില്ല, ഒരു ഫീൽ ആ പാട്ടൊന്നും കണ്ടിട്ട് ഫീൽ ചെയ്യണില്ല. പക്ഷേ ഡയറക്ടറുടെ കയ്യിൽ നല്ലൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒരു മേക്കിംഗ് ക്വാളിറ്റി പടത്തിന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതൊരു ഒരു ഗംഭീര പടമായി മാറും. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.